അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്നാമത്തെ മോഡ്യൂളിൽ 4 ചാപ്റ്റേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിൻ്റെ അകത്ത് മൂന്നാമത്തെ ചാപ്റ്റർ, ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബോണസ് ഷെയർസ് ആണ്. അപ്പോൾ ആദ്യം കുറച്ച് തിയറി ഉണ്ട്. എന്താണ് ബോണസ് ഷെയർ, അതിൻ്റെ കണ്ടീഷൻസ്, പിന്നെ ജേണൽ എൻട്രീസ്, അങ്ങനെ 1-2 തിയറി കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ബോണസ് ഷെയർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഷെയർസ് ഇഷ്യൂഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഔട്ട് ഓഫ് ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഇൻ പ്രപ്പോർഷൻ ഓഫ് ദ ഷെയർസ് ഹെൽഡ് ബൈ ദം വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് കോൾഡ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ കമ്പനിക്ക് സഫീഷ്യൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉള്ള സമയത്ത് ആ പ്രോഫിറ്റിൽ നിന്ന് അവരെന്ത് ചെയ്യും, അവരുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർസിന് കുറച്ച് ഷെയർസ് ഇഷ്യൂ ചെയ്യും. അതായത് പ്രത്യേകിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിക്കുന്നില്ല. ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് യാതൊരു കൺസിഡറേഷനും വാങ്ങിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു, അവർക്ക് എന്തുമാത്രം ഷെയർസ് ആ ഒരു കമ്പനിയിൽ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനാനുപാതികമായിട്ടുള്ള ഒരു ഷെയർ എന്ത് ചെയ്യുന്നു, ഈ കമ്പനി എന്ത് ചെയ്യുന്നു, ആ ഷെയർ ഹോൾഡേഴ്സിന്, ആ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നു, നൽകുന്നു. അതായത് കമ്പനിക്ക് സഫീഷ്യൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉള്ള സമയത്തായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അവരുടെ ആ പ്രോഫിറ്റിൽ നിന്നെടുത്ത് അവരെന്ത് ചെയ്യുന്നു, ഇവർക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. The issue of bonus shares is also known as capitalization of profit as it involves conversion of profit into share capital. അതായത് ഇവിടെ എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോഫിറ്റിനെ അവർ എന്ത് ചെയ്യുന്നു, ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. അങ്ങനെ പ്രോഫിറ്റിനെ ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ബോണസ് ഷെയർസിൻ്റെ മറ്റൊരു പേരാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്താണ് ബോണസ് ഷെയർ എന്നുള്ളത്. ഇനി ഈ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് കുറച്ച് സെബി ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അതായത് റിഡംഷൻ എന്താണ് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് പഠിക്കണം. അതുപോലെ ഓരോ ചാപ്റ്റർ വരുമ്പോഴും അതിന് ഓരോന്നിൻ്റെതായ കണ്ടീഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാമെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കണ്ടീഷനാണ് ഇത്. അതായത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ്, എന്തൊക്കെ നിബന്ധനകളാണ് നമ്മൾ കമ്പനി പാലിക്കേണ്ടതെന്നുള്ളത്. 1. The articles of association of the company must permit the issue of bonus shares. അതായത് ആർട്ടിക്കിൾസിൽ പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ. No bonus shares can be issued in respect of partly paid up shares. Partly paid up shares should be made fully paid up before bonus issue. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് ബോണസ് ഇഷ്യൂവും എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിന് നടത്താനായിട്ട് പറ്റില്ല. പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്ത് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത, bonus shares can be issued only from the free reserves and securities premium collected in cash. അപ്പം കമ്പനിക്ക് സഫീഷ്യൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉള്ള സമയത്താണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എവിടെ നിന്ന് എടുത്തിട്ടാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന്. അതായത് ഒന്നെങ്കിൽ ഫ്രീ റിസർവ്സിൽ നിന്ന് എടുക്കാം, അതായത് ജനറൽ റിസർവ്, P&L അക്കൗണ്ട്, അങ്ങനെയുള്ള ഫ്രീ റിസർവ്സിൽ നിന്ന് എടുത്ത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ഫ്രീ റിസർവ്സും അതുപോലെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്നും എടുത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത, ഡിക്ലറേഷൻ ഓഫ് ബോണസ് ഇഷ്യൂ ഇൻ ഡ്യൂ ഓഫ് ഡിവിഡൻഡ് ഈസ് നോട്ട് പെർമിറ്റഡ്. അതായത് എന്താണ്, ഇങ്ങനെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നെന്ന് കരുതി ഈ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് കൊടുക്കാതിരിക്കാനായിട്ടൊന്നും പാടില്ല. ഡിവിഡൻഡ് കൊടുക്കാനുള്ളത് ഡിവിഡൻഡ് കൊടുക്കണം. എന്താണ് ബോണസ് ഷെയർസ് ഡിക്ലെയർ ചെയ്യുന്നതും ഇതും രണ്ടായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എന്താണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തെന്ന് കരുതി ഡിവിഡൻഡിൽ വീഴ്ചയൊന്നും വരുത്താനായിട്ട് പറ്റില്ല. അടുത്ത, the free reserves after bonus issue should be at least 40% of the increased share capital. നമ്മൾ പറഞ്ഞു, അതായത് ഫ്രീ റിസർവ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്നൊക്കെ എടുത്ത് ബോണസ് ഇഷ്യൂ നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രീ റിസർവ്സിൽ നിന്ന് എടുത്ത് ബോണസ് ഇഷ്യൂ നടത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഫ്രീ റിസർവ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീടും എന്ത് കാണണം, ആ ഇൻക്രീസ്ഡ് ഷെയർ ക്യാപിറ്റൽ എത്രയാണോ ആ ഷെയർ ക്യാപിറ്റലിൻ്റെ 40% എന്ത് ചെയ്യണം, ആ റിസർവ്സ് അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പം എന്താണ് നമ്മുടെ ഇപ്പോൾ റിസർവിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതുക. ആ 10 ലക്ഷം രൂപയും എടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. 40% അവിടെ കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ ഉണ്ടല്ലോ 60%, ആ പോർഷൻ മാത്രമേ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 10 ലക്ഷം കമ്പനിയുടെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതി ആ 10 ലക്ഷത്തിനടുത്തും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, പെർമിറ്റ് ചെയ്യുന്നില്ല. 40% റിസർവ് നീക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമേ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത, the company should pass a special resolution for the bonus issue. ഇങ്ങനെ ബോണസ് ഇഷ്യൂ നടത്തണം എന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അടുത്ത,
പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. അതായത് ഏതൊക്കെ പ്രോഫിറ്റ് നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഒന്ന്, ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ട് യൂസ് ചെയ്യാം, ജനറൽ റിസർവ് യൂസ് ചെയ്യാം, സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്യാം, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് യൂസ് ചെയ്യാം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്ത് നമുക്ക് എന്ത് നടത്താൻ പറ്റുള്ളൂ? ബോണസ് ഇഷ്യൂ നടത്താനായിട്ട് പറ്റുള്ളൂ. ഇനി ഏതൊക്കെയാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്ത പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവ്സ് എന്നാണ് അടുത്തത്. പ്രോഫിറ്റ് ഓർ റിസർവ്സ് നോട്ട് അവൈലബിൾ ഫോർ ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. അപ്പം എന്താണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത റിസർവ്സ്. ക്യാപിറ്റൽ റിസർവ് ഉപയോഗിക്കാൻ പറ്റില്ല, ഇൻവെസ്റ്റ്മെന്റ് അലവൻസ് റിസർവ് ഉപയോഗിക്കാൻ പറ്റില്ല, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഉപയോഗിക്കാൻ പറ്റില്ല, സർപ്ലസ് അറൈസിംഗ് ഫ്രം ചേഞ്ച് ഇൻ ദ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ, അതായത് ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ്, അത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് മാറ്റി റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അങ്ങനെ ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ് ചേഞ്ച് ചെയ്യുന്ന വഴി എന്തെങ്കിലും സർപ്ലസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൈസ ഉപയോഗിച്ചും എന്ത് ചെയ്യാൻ പറ്റില്ല? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ആദ്യം പറഞ്ഞത് ഏതൊക്കെ പ്രോഫിറ്റ് ഉപയോഗിച്ച് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാമെന്നായിരുന്നു. അടുത്തത് പറഞ്ഞാൽ ഏതൊക്കെ പ്രോഫിറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ കണ്ടീഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഇപ്പം പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫുള്ളി പെയ്ഡപ്പ് ആക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ പ്രോഫിറ്റ് ഉപയോഗിക്കാം എന്നാണ് അടുത്ത ടോപ്പിക്ക്. അതായത് പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ബോണസ് ഷെയർസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട്ലി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർ ഉണ്ടെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കി മാറ്റാം എന്ന് പറഞ്ഞു. ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് മാറ്റണം എന്ന് പറഞ്ഞു, എന്നെങ്കിൽ മാത്രമേ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് മാറ്റുമ്പോൾ ഏതൊക്കെ പ്രോഫിറ്റ് ഉപയോഗിച്ചാണ് ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് മാറ്റുന്നതെന്നാണ് പറയുന്നത്. ജനറൽ റിസർവ് ഉപയോഗിക്കാം, അതുകൊണ്ട് ജനറൽ റിസർവ്. പിന്നെ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് യൂസ് ചെയ്യാം. പിന്നെ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 3 യൂസ് ചെയ്തിട്ടാണ് പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പായിട്ട് മാറ്റുന്നത് ബോണസ് ഷെയർസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അടുത്ത അഡ്വാൻറ്റേജസ് ഓഫ് ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂവിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? 1, കമ്പനിയുടെ ഗുഡ് വില്ല് കൂടും. 2, ഇറ്റ് ഇൻക്രീസസ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. വിത്തൗട്ട് ഇഷ്യൂ ഷെയർസ് ടു പബ്ലിക്, അതായത് പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യാതെ തന്നെ കമ്പനിയുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ റിസീവ് ഡിവിഡൻഡ് ഓൺ ദ ഇൻക്രീസ്ഡ് ഷെയർ ക്യാപിറ്റൽ, അതായത് കൂടി ഷെയർ ക്യാപിറ്റൽ. ഇപ്പം ഇങ്ങനെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന വഴി ഷെയർ ക്യാപിറ്റലിൽ വർധനവുണ്ടാകും. ആ വർധനവുണ്ടായ ഷെയർ ക്യാപിറ്റലിന്മേൽ അവർക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും. ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ, അതായത് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് ദൈനംദിനമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിൽ യാതൊരു അതിന് ഇത് എന്ത് ചെയ്യുന്നില്ല? അഫക്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ദ കമ്പനി അറ്റ് എ ലോവർ കോസ്റ്റ്, അതായത് വളരെ കുറഞ്ഞ ചിലവിൽ കമ്പനി എന്ത് ചെയ്യുന്നു? ഒന്നുകൂടി വിപുലമാക്കും, ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യുന്നു. അത് കമ്പനിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അടുത്ത നമ്മുടെ ബോണസ് ഷെയർസിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതായത് ഇങ്ങനെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? ടു റെഡ്യൂസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസിന് മാർക്കറ്റ് പ്രൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട്. 2, ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട്. 3, കമ്പനിയുടെ ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യാനായിട്ട്, പബ്ലിക് കോൺഫിഡൻസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര മതി, ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പം കമ്പനി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ടുള്ള ലക്ഷ്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ജേർണൽ എൻട്രിയിലോട്ട് നമുക്ക് പോവാം. അതായത് ഈ ജേർണൽ എൻട്രീസ് വെച്ചിട്ടാണ് ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. അപ്പം 2 മെയിൻ കാര്യങ്ങളാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് പാർട്ട്ലി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫുള്ളി പെയ്ഡപ്പ് ആക്കണം. അതാണ് ആദ്യത്തെ സെറ്റ് വരുന്നത്. നോക്കുക, ഫോർ കൺവേർട്ടിങ് പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസ് ഇൻറ്റു ഫുള്ളി പെയ്ഡപ്പ്. അത് പാർട്ട്ലി പെയ്ഡപ്പ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾക്ക് അറിയാലോ പാർട്ട്ലി പെയ്ഡപ്പ് എങ്ങനെ കണ്ടാൽ മനസ്സിലാവുന്നതെന്ന്. 10 രൂപയുടെ ഷെയർ 8 രൂപ പേ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണത്? പാർട്ട്ലി പെയ്ഡപ്പ് ആണ്. അപ്പോൾ 2 രൂപ കോഡ് വിളി. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ ഇത് ഫോർ മേക്കിംഗ് ഫൈനൽ കോൾ വിളിക്കണം. ഫൈനൽ കോൾ വിളിക്കുമ്പോഴത്തെ ജേർണൽ എൻട്രി എന്താണ്? ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മുടെ പഴയത് തന്നെ, ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. രണ്ടാമത്തെ ഫോർ മേക്കിംഗ് ഷെയർസ് ഫുള്ളി പെയ്ഡപ്പ് യൂസിങ് ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അതായത് ഏതൊക്കെ റിസർവ് ഉപയോഗിച്ച് നമുക്ക് പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കാം എന്നാണ് ഇനി അടുത്തത്. നമ്മൾ പറഞ്ഞു 3 പ്രോഫിറ്റാണ് നമുക്കതിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. നേരത്തെ തിയറി പറഞ്ഞപ്പോൾ പറയുന്നത് പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് 3 പ്രോഫിറ്റ് യൂസ് ചെയ്യാം. 1 പി ആൻഡ് എൽ അക്കൗണ്ട്, 3 റിസർവ് കേട്ടോ. 1 പി ആൻഡ് എൽ അക്കൗണ്ട്, 1 ജനറൽ റിസർവ്, 1 ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്. ഇതിൻ്റെ അകത്ത് ഏതിലാണോ ബാലൻസ് ഉള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ട് അറ്റ്, ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് അക്കൗണ്ട് അറ്റ് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ ജേർണൽ എൻട്രി
എന്താണ് ഫൈനൽ കോൾ വിളിക്കുമ്പോഴത്തെ രണ്ടാമത്തെ ഈ ഫൈനൽ കോളിൻ്റെ പൈസ എവിടെ നിന്ന് എടുത്തിട്ടാണ് എന്താണ് ഏത് അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ഫുള്ളി പെയ്ഡ് ആക്കുമ്പോഴത്തെ ജേർണൽ എൻട്രി. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റ ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റ ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ. അപ്പം ക്വസ്റ്റ്യൻ പാർട്ട്ലി പെയ്ഡ് ആണ്, അതിനെ ഫുള്ളി പെയ്ഡ് ആക്കണമെങ്കിൽ ഈ ഇപ്പം പറഞ്ഞ 3 ജേർണൽ എൻട്രി എഴുതിയെങ്കിൽ മാത്രമേ പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡായിട്ട് മാറുള്ളൂ. ഈ 3 ജേർണൽ എൻട്രീസ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്വസ്റ്റ്യൻ പാർട്ട്ലി പെയ്ഡ് ആണ്, അതിനെ ഫുള്ളി പെയ്ഡ് ആക്കണമെങ്കിൽ 3 ജേർണൽ എൻട്രീസ് ആണ്. പഴയ പോലെ 2 എണ്ണമല്ല, ബോണസ് ഇഷ്യൂവിൻ്റെ കേസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 3 ജേർണൽ എൻട്രീസ് ആണ്. ഒന്നാമത്തേന്ന് പറയുന്നത് ഫൈനൽ കോൾ വിളിക്കുമ്പോഴത്തെ ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡേറ്റ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ ഏത് പ്രോഫിറ്റ് ആണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന്, ജനറൽ റിസർവ് ആണ് അത്, P&L ആണെങ്കിൽ അത്, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ആണ് എങ്കിൽ അത്, ഏതിലാണോ ബാലൻസ് അക്കൗണ്ട് ഡേറ്റ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. പിന്നെ ലാസ്റ്റ് ഫുള്ളി പെയ്ഡ് ആക്കുമ്പോൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റ ടു ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ. അപ്പം പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കി കഴിഞ്ഞു. ഇനി ബോണസ് ഇഷ്യൂവിൻ്റെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബോണസ് ഇഷ്യൂവിൻ്റെ ജേർണൽ എൻട്രീസ് ആണ്. ബോണസ് ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് 2 ജേർണൽ എൻട്രി ഉള്ളൂ. മനസ്സിലായോ? 2 ജേർണൽ എൻട്രി മാത്രമേ ബോണസ് ഇഷ്യൂവിൻ്റെ വരുന്നുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ബോണസ് ഇഷ്യൂ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്രോഫിറ്റാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡേറ്റ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡേറ്റ്, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ അക്കൗണ്ട് ഡേറ്റ്, P&L അക്കൗണ്ട് ഡേറ്റ്, ജനറൽ റിസർവ് അക്കൗണ്ട് ഡേറ്റ്, ഇതിൽ ഏതിലാണോ ബാലൻസ് ഉള്ളത്, അതായത് ഈ പറയുന്ന പ്രോഫിറ്റ്സ് ആണ് നമുക്ക് ബോണസ് ഷെയറിന് ബോണസ് ഇഷ്യൂയുടെ പർപ്പസിന് യൂസ് ചെയ്യാവുന്ന പ്രോഫിറ്റ്സ്. നേരത്തെ തിയറി പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ബോണസ് ഇഷ്യൂവിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന പ്രോഫിറ്റ്സ് ആണ് ഈ പറയുന്ന ഈ പ്രോഫിറ്റ്സ്. അപ്പോൾ ഇതിൽ ഏതാണോ ബാലൻസ് ഉള്ളത് അത് മാത്രം ഇവിടെ എഴുതിയാൽ മതി. ഇപ്പം ജനറൽ റിസർവ് ബാലൻസ് ഉണ്ടെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് ഡേറ്റ മാത്രം പറഞ്ഞാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഇത് ജേർണൽ എൻട്രീസ് പഠിച്ചോണ്ട് ഇതെല്ലാം കൂടെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതിലാണോ ബാലൻസ്, അപ്പോൾ ഈ പറയുന്നതിൽ ഏതിൽ ബാലൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ അപ്പം ബോണസ് ഇഷ്യൂവിന് ആദ്യം ജേർണലിൽ തന്നെ ഏത് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത്. അപ്പോൾ ഏതാണോ അത് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. അപ്പം P&L അക്കൗണ്ട് ആണെങ്കിൽ P&L അക്കൗണ്ടിൽ മാത്രം ഇതിനുള്ള പൈസ ആണെങ്കിൽ P&L അക്കൗണ്ട് ഡേറ്റ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. അപ്പം ബോണസ് ഇഷ്യൂവിൻ്റെ ഒന്നാമത്തെ ജേർണൽ എൻട്രി ഏത് അക്കൗണ്ടിലെ ബാലൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോണസ് ഇഷ്യൂ നടത്തുന്നത് എന്നുള്ളത്. രണ്ടാമത് നമ്മൾ ബോണസ് ഇഷ്യൂ നടത്തുമ്പോഴത്തെ ജേർണൽ എൻട്രി ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഈ പ്രീമിയത്തോട് കൂടിയിട്ടാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നതെങ്കിൽ മാത്രം സെക്യൂരിറ്റീസ് പ്രീമിയം വരുന്നുള്ളൂ. ഇല്ലെങ്കിൽ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഇതിനെ നമ്മൾ എന്തായിട്ടാണ് മാറ്റുന്നത്? പ്രോഫിറ്റിനെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഷെയർ ക്യാപിറ്റലായിട്ട്. അപ്പം ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടെങ്കിൽ മാത്രം ടു സെക്യൂരിറ്റീസ് പ്രീമിയം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോണസ് ഇഷ്യൂടെ ജേർണൽ എൻട്രീസ് ഉള്ളൂ. അപ്പം ആദ്യത്തെ 3 എന്ന് പറഞ്ഞാൽ പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ. പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡ് ആക്കാൻ മാത്രമേ വരുന്നുള്ളൂ. 2 മെയിനായിട്ട് ബോണസ് ഇഷ്യൂവിൻ്റെ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഏത് പ്രോഫിറ്റ് ആണോ എടുക്കുന്നത് അത് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. അടുത്തെന്ന് പറഞ്ഞാൽ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡേറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ടെങ്കിൽ മാത്രം അത്. അപ്പോൾ ഇതൊന്ന് നോട്ടയിലോട്ട് എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ജേർണൽ എൻട്രീസ് പഠിക്കുക. ജേർണൽ എൻട്രി പഠിച്ചതിന് ശേഷം എല്ലാവരും വോയിസ് അയക്കണം. താങ്ക് യു.